പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. നവകേരളത്തിന് ജനകീയാസൂത്രണം 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചു നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ സ്വാഗതവും പ്രസിഡന്റ് കെ ജോയി അധ്യക്ഷതയും വഹിച്ച ആ പരിപാടി മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പോരായ്മ കേരളത്തിൽ വ്യവസായങ്ങൾ വളരില്ല, വ്യവസായങ്ങൾ ക്ലച്ച് പിടിക്കാത്തൊരു നാട് എന്ന പേരുദോഷമാണ് നമുക്കുണ്ടായിരുന്നത്. ഈ പേരുദോഷം മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ചാണ് 2016 സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ ശ്രമമാണ് കേരളത്തിൽ നടന്നത്. അപ്പോൾ വ്യവസായത്തിന് ഏറ്റവും വലിയ തടസ്സം ചുവപ്പ് നാടയാണ്. അപ്പോൾ ഈ ചുവപ്പ് നാട നമുക്കെങ്ങനെ ലഘൂകരിക്കാൻ വേണ്ടി കഴിയും? ഒരാളൊരു നിക്ഷേപം നടത്താൻ മുന്നോട്ടേക്ക് വന്നാൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരന്തരീക്ഷം കേരളത്തിൽ എങ്ങനെ ഒരുക്കിയെടുക്കാൻ കഴിയും? ഇതിനെക്കുറിച്ച് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തെ ത്വരിതപ്പെടുത്താനും ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ചെറുകിട സംരംഭങ്ങളുടെ സക്സസ് റേറ്റ് കൂട്ടാനും വ്യവസായ നിയമങ്ങളിൽ സമയോചിതമായ ചില മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാർ ആലോചിച്ചു. അന്ന് ഞങ്ങളൊക്കെ MLA-മാരാണ്. അന്ന് വ്യവസായ മന്ത്രി ശ്രീ ജയരാജൻ. അപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ നിയമങ്ങളിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. അന്ന് നിയമസഭയിൽ ഈ പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സജീവമായി ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു. നിരവധി ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും അംഗങ്ങളും സംബന്ധിച്ച പരിപാടിയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണം, വികസന കാഴ്ചപ്പാട്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ രവി രാമന്തളിയും വർക്കിംഗ് ഗ്രൂപ്പ് കരട് പദ്ധതി നിർദ്ദേശങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കമലാക്ഷനും അവതരിപ്പിച്ചു. GO ജയപ്രകാശ് PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.